എസ്എൽപുരം നവരശ്മി വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ബാലോത്സവം സംഘടിപ്പിച്ചു. എസ്എൽപുരം നവരശ്മി വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വിജ്ഞാന വിനോദ ക്യാമ്പായ ബാലോത്സവം സംഘടിപ്പിച്ചു. മെയ് 9 മുതൽ 11 വരെ 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ ഭാർഗവൻ സ്വാഗതം പറഞ്ഞു. PSC അണ്ടർ സെക്രട്ടറി VK രാജു മുഖ്യപ്രഭാഷണം നടത്തി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് വിനു മരകുളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റെനീഷ് തോമസ് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. കളി ഉപകരണങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തിട്ട് നോക്കും, ഇത് മാത്രമേ ഉള്ളൂ. മൊബൈൽ മോശമൊന്നുമില്ല, നല്ല സൂത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് പ്രസംഗം, ഞാൻ പറഞ്ഞ പ്രസംഗം കേൾക്കാം. അങ്ങനെ പ്രസംഗിച്ചും നാടകം കളിച്ചും കഥാപ്രസംഗം പറഞ്ഞും എന്താ പറയുക, പല സ്ഥലത്തും കൂടിയിരുന്നും സങ്കടപ്പെട്ടും സന്തോഷിച്ചും ഒക്കെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നമുക്ക് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകും. ടീച്ചർ പറഞ്ഞ പോലെ എപ്പോഴും പഠിക്കേണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞു. ടീച്ചറാണ് കഞ്ഞിക്കുടി സ്കൂളിൽ നിന്നാണ് ടീച്ചർ വിരമിച്ചത്. ടീച്ചർ എപ്പോഴും ഒന്നും പഠിക്കണ്ട. ഞാനൊന്നും അങ്ങനെ പഠിക്കത്തില്ലായിരുന്നു. എപ്പോഴും ഒന്നും ഇല്ല. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഇഷ്ടമാതിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സംഘടനാ പ്രവർത്തനം നടന്നു. മനസ്സിലാണ്ടോ? പഠിത്തത് പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും, പഠിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കുക. കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കുക. ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല, നമ്മൾ പല ചിന്തകളാണ്. ശരിയാകുമോ? പഠിക്കുന്ന സമയത്ത് നമ്മൾ കളിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരിയാകുമോ? കളിക്കുമ്പോൾ നാളത്തെ ഹോംവർക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരിയാകുമോ? 6 അടിക്കുന്നതിന് പകരം വിക്കറ്റ് പോകും. കളിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ? ബൗണ്ടറി മാത്രമേ ഉള്ളൂ. എന്താ ആ ബൗണ്ടറി? ഈ പന്തിനെ നമുക്ക് ബൗണ്ടറിയിൽ എത്തിക്കണം. അത് ഉരുട്ടിയോ ഒക്കിയോ, എങ്ങനെ? ആ ഉരുട്ടിയാണെങ്കിൽ 4, ഒക്കിയാണെങ്കിൽ 6 അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ബൗൾ ചെയ്യുമ്പോൾ നമുക്ക് ആ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിക്കണം. എന്താണ്? സൈഡല്ല, മിഡിൽ സ്റ്റമ്പ് തെറിപ്പിക്കണം. അങ്ങനത്തെ ലക്ഷ്യങ്ങൾ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യുന്നോ അന്നേരം അതിലങ്ങ് വ്യാപൃതനാകുക. ഇങ്ങോട്ട് ടീച്ചർ സാറ് വിളിക്കുമ്പോൾ ഞാനിതൊന്നും പറയാൻ ആലോചിച്ചില്ല.